കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കത്തയച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ആവശ്യം. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ ഉയർന്ന അഭിപ്രായം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ടി.ജി. സജിത് നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണം SIR വേണ്ടെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഇത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞു രേഖാമൂലം. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചപ്പോൾ ഈ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ആവശ്യപ്പെട്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാവുക വെല്ലുവിളിയാണ്, തങ്ങൾക്ക് സഹകരിക്കാനാവില്ല. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ നിസ്സഹകരണം മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യു രത്തൻ ഖേൽക്കർ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗത്തിൽ കേരളത്തിൽ SIR നടപ്പാക്കുന്നതിനെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് BJP ഒഴികെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ പൊതു നിലപാടാണ് സ്വീകരിച്ചത്. CPM ആവട്ടെ, CPI ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, ഇവരൊക്കെ സമാനമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ബീഹാർ മോഡൽ കേരളത്തിൽ ഇത് നടപ്പാക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല, രണ്ടിടങ്ങളും രണ്ട് സാഹചര്യം എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. എന്ന് മാത്രമല്ല, കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം നടന്നാൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം 2002 അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടക്കുക. അങ്ങനെയെങ്കിൽ നിരവധി കൂട്ടിച്ചേർക്കൽ വേണം. കാരണം കേരളത്തിൽ 2024, 25 വരെ പുതിയ വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് നടന്നതാണ്. സ്വാഭാവികമായും ഇത്രയധികം കൂട്ടിച്ചേർക്കലുകൾ നടന്ന അപ്ഡേഷൻ നടന്നിട്ടുള്ള ഒരു വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കുണ്ടാക്കും, അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്കും ഇടയാക്കും എന്നതാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ. ഒപ്പം തന്നെ ബീഹാർ പോലെ അതിർത്തിയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മറ്റുമുള്ള കുടിയേറ്റ പ്രശ്നങ്ങളൊന്നും നിലവില്ലാത്ത സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ SIR നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത്. എന്തായാലും ഈ ആവശ്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ വോട്ടർ പട്ടിക നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കത്ത് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ നിസ്സഹകരിക്കുമെന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്.